അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കറാമത്തിന്റെ പേരിൽ കള്ളക്കഥകൾ ഒരുപാട് മുസ്ലിയാക്കന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു കറാമത്തായിരുന്നു കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞ ഐലക്കാട് മക്കാമിലേക്ക് മരണം ഏതാണ്ട് ഉറപ്പിച്ച ഒരു പെണ്ണിനെയും കൊണ്ടുപോയ ഒരു കഥ. അത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അതെടുത്ത് വെച്ച് നാസർക്ക ക്ലിപ്പാക്കി അത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇട്ടതോടെ മുസ്ലിയാക്കന്മാർക്ക് വല്ലാത്ത പ്രയാസമുണ്ടായി. അത് കണ്ട് ഒരു പാവം മുസ്ലിയാരി പതിവ് പോലെ അതിനെ മെഴുകാൻ വേണ്ടി വന്നിട്ടുണ്ട്. എന്തിനാണ് ഈ പ്രായമായ സഹോദരൻ നെഞ്ചത്തടിച്ച് കരയണെന്നറിയോ? അത് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞ കള്ളക്കഥ കേട്ടിട്ടാണ് മുസ്ലിയാരെ. ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദിന്റെ കുടുംബത്തില് ഒരു സഹോദരിക്ക് വളരെയധികം പ്രയാസങ്ങൾ അനുഭവപ്പെടുകയും മരിച്ചു എന്ന് തോന്നുന്ന രൂപത്തിൽ അവരുടെ അവസ്ഥ എത്തുകയും ചെയ്തു. അങ്ങനെ ഐലക്കാട് തങ്ങളുപ്പാപ്പന്റെ അടുത്തേക്ക് പോവുകയും എന്താണ് മരിച്ചു എന്ന് തോന്നി. ആർക്കാണ് തോന്നിയത്? കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർക്കും അദ്ദേഹത്തിന്റെ അനിയാൻ പുതിയാപ്പിളക്കും ഒക്കെ മരിച്ചു എന്ന് ഒരു സ്ത്രീയെ കുറിച്ച് തോന്നി. അവരുടെ രോഗം ഷിഫയാവുകയും ചെയ്ത സംഭവം ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എ.പി. ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത കഥയും. അതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് വീണ്ടും പോകുന്നില്ല. മുസ്ലിയാരെ വെളുപ്പിക്കുന്നതാണ് നമ്മൾ കാണേണ്ടത്. അത് ഒരു വഹാബി എന്ത് ചെയ്തു? മരിച്ചു എന്നൊക്കെ ഉറപ്പിച്ചു എന്നാക്കി, എന്നിട്ട് മരിച്ച മയ്യത്തിനെ ഐലക്കാട് തങ്ങളുടെ അടുത്തേക്ക് പോയപ്പോൾ ജീവിപ്പിച്ചു എന്നൊക്കെ ആക്കി മാറ്റിയിട്ട് ഇയാളെ മുന്നിൽ അവതരിപ്പിച്ചപ്പോ ഈ സാധുവായ മനുഷ്യൻ അത് തൊണ്ട തൊടാതെ വിഴുങ്ങിയിട്ടാണ് ഈ നെഞ്ചത്തടി അടിക്കുന്നത്. ഓ, അങ്ങനെയാണ് നെഞ്ചത്തടി അടിച്ചത്. ഞാനതിൽ മരിച്ചു എന്ന് ഉറപ്പിച്ചു എന്ന് പറഞ്ഞു എന്നാണ്. മുസ്ലിയാർ എന്താ പറഞ്ഞത്? ഇവിടെ കുടുംബത്തിൽ എൻ്റെ ഭാര്യയുടെ അനുജത്തിയെ മാരെ കെട്ടിയ ഭർത്താക്കന്മാർക്കും ഞങ്ങൾക്കെല്ലാവർക്കും ഒരു വലിയ വിഷമമുണ്ടായി. സെക്കത് കൊണ്ട് സഹിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു. ഒരിക്കൽ ചിറ്റടിമീതൽ അബൂബക്കർ മുസ്ലിയാരുടെ നിയന്ത്രണത്തിലുള്ള ആളാണ് ഈ പറയുന്നത്. എന്ത് ഇങ്ങനെ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ സയ്യിദ് സിറാജുദ്ദീൻ തങ്ങളുടെ പേരിൽ ദിക്ർ വെച്ചു. ഇവിടെ മലക്കുകളെ പോലും സംരക്ഷണത്തിന് വെച്ച ചിറ്റടിമീതൽ അബൂബക്കർ മുസ്ലിയാരെ മറന്നുകൊണ്ടാണ് സയ്യിദ് സിറാജുദ്ദീൻ തങ്ങൾക്ക് ദിക്ർ വെച്ചത്. അപ്പോൾ അകത്തുണ്ടായിരുന്ന ഒരു സ്ത്രീ ബോധം കെട്ടുപോവുകയും അങ്ങനെ ആ സ്ത്രീയുടെ വയറ് വീർത്ത് ശ്വാസം കിട്ടാതെയായി മരിച്ചു എന്ന് ഏകദേശം കണക്കാക്കിയപ്പോൾ എന്താണ് മരിച്ചു എന്ന് ഏകദേശം കണക്കാക്കിയപ്പോൾ ഇനി ഞാൻ പറയുന്നത് കേട്ടോ. ഇവിടെ മരണം ഏതാണ്ട് ഏറെക്കുറെ ഉറപ്പാക്കിയിട്ടുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞത് മരണം ഏറെക്കുറെ ഉറപ്പാക്കിയിട്ടുണ്ട്. ഈ പറയുന്ന കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരും അദ്ദേഹത്തിന്റെ അനിയൻ പുതിയാപ്പിളയും ആ സ്ത്രീ മരണപ്പെട്ടു എന്ന് തന്നെ ഏറെക്കുറെ ഉറപ്പാക്കിയിട്ടുണ്ട്. ഇനി കാന്തപുരം പറഞ്ഞ എന്താണ്? മരിച്ചു എന്ന് ഏകദേശം കണക്കാക്കിയപ്പോൾ ഞാൻ പറഞ്ഞ എന്താണ്? ഏറെക്കുറെ ഉറപ്പാക്കിയപ്പോൾ. അതായത് ഇവരുടെ ധാരണയിൽ അവർ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതല്ലേ അതിന് അർത്ഥം വരിക? ഇനി എന്താണ് നടക്കാൻ പോകുന്നത്? ഇവിടെ മരണം ഏതാണ്ട് ഏറെക്കുറെ ഉറപ്പാക്കിയിട്ടുണ്ട്. ഇനിയാണ് അങ്ങോട്ടേക്ക് ട്വിസ്റ്റ് നടക്കാൻ വേണ്ടി പോകുന്നത്. മരിച്ചു എന്ന് ഏകദേശം കണക്കാക്കി എന്നാണ് ഉസ്താദ് പറഞ്ഞത്. മരിച്ചു എന്ന് ഏകദേശം കണക്കാക്കി എന്നാണ് ഉസ്താദ് പറഞ്ഞത് എന്നാണ് നമ്മുടെ മുസ്ലിയാർ പറയുന്നത്. ഞാൻ പറഞ്ഞതും ഈ പറഞ്ഞതും തമ്മിൽ വലിയ വ്യത്യാസം എന്താണുള്ളത്? ഇവിടെ ഇവരുടെ ഉസ്താദ് എന്താ പറഞ്ഞത്? മരിച്ചു എന്ന് ഏറെക്കുറെ കണക്കാക്കിയിട്ടുണ്ട്. ഞാൻ എന്താ പറഞ്ഞത്? ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട് എന്നാണ്. അതായത് മരിച്ചു എന്നുള്ള നിഗമനത്തിൽ അവരെത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ ഈ പറഞ്ഞതും. അതുപോലെ ഇവരുടെ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരും പറഞ്ഞതിൽ വല്ല വ്യത്യാസവും ഉണ്ടോ? അത് ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഈ ഐലക്കാട് ജാറത്തിലേക്ക് മരിച്ചു എന്ന നിഗമനത്തിൽ, അല്ലെങ്കിൽ മരിച്ചു എന്ന് കണക്കാക്കിക്കൊണ്ട്, ഇല്ലെങ്കിൽ മരിച്ചു എന്ന് ഏകദേശം ഉറപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ട്. ആ കൊണ്ടുപോയി ഏതാണ്ട് അടുക്ക് എത്താനാകുമ്പോൾ ആദ്യം എന്താണ് ഒരു വണ്ടിയുടെ 3 ടയർ പൊട്ടി, പിന്നെ ഒരു ടയർ പൊട്ടി എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം 100 നായ ബ്ലോക്ക് ചെയ്തല്ലോ. ആ 100 നായ ബ്ലോക്ക് ചെയ്തതിന് ശേഷം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഭാഗം കൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എടപ്പാൾ അങ്ങാടിയിലെത്തിയപ്പോൾ 100 നായകളുണ്ട് അവിടെ. എടപ്പാളങ്ങാടിയിലെത്തിയപ്പോൾ മഹാനവറുകളുടെ കാറിന് ചുറ്റും 100ഓളം നായകൾ ചുറ്റും കൂടി നിൽക്കുകയാണ്, തടഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, കൃത്യമായ എണ്ണം പോലും നമ്മുടെ ബഹുമാനപ്പെട്ട അവറുകൾക്ക് കിട്ടിയിട്ടുണ്ട്. ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർ വഹിയിൽ പറഞ്ഞു കൊടുത്തതായിരിക്കാം. പോകാൻ സമ്മതിക്കാതെ എങ്ങനെയോ അത് തട്ടിച്ച് അങ്ങോട്ട് പോയി. 100ഓളം നായകൾ പോകാൻ സമ്മതിക്കാതെ അവിടെ തടഞ്ഞു വെച്ചു. അവരെ തട്ടിച്ച് അങ്ങനെ പോയി, എങ്ങനെയൊക്കെയോ പോയി. ഈ പെണ്ണ് ഹയാത്തായി. മരിച്ച പെണ്ണ് അപ്പോൾ ഹയാത്തായി. അല്ല പൊന്നാര മുസ്ലിയാരെ, ഇപ്പോൾ എന്താ ഉസ്താദ് പറഞ്ഞത്? ഹയാത്തായി എന്നാ പറഞ്ഞത്. മുസ്ലിയാരെ ക്ലിപ്പ് തേച്ചും കാണിക്കാണ്ട് വായിട്ടലക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി അവിടുന്ന് ഇല്ലാണ്ടായി പോവുകയും ചെയ്യില്ലല്ല. ഹയാത്തായി എന്നാ പറയുന്നത്, ജീവൻ വെച്ചു എന്നാ പറയുന്നത്. എന്തോ മരിച്ചു എന്ന് പറയാം. എന്താണ്? മരിച്ചു എന്ന് തോന്നിയ.
അപ്പോ ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത്? അവർ അങ്ങനെ തന്നെയാണ് കണക്കാക്കിയിട്ടുള്ളത്. മുസ്ലിയാരെ, നിന്റെ ഈ ഉഡായിപ്പും കൊണ്ട് അഹ്ലുസുന്നയുടെ മക്കളുടെ നേരെ വരണ്ട. നിന്റെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന നിന്റെ ഉസ്താദ് ഇവിടെ കൃത്യമായി പറഞ്ഞു വെച്ചത് മരിച്ചു എന്ന് തന്നെയാണ്. അവർ അങ്ങനെ തന്നെ വിശ്വസിച്ചു എന്നാണ്, അവർ അങ്ങനെ തന്നെ ധരിച്ചു എന്നാ പറയുന്നത്. 100ഓളം നായകൾ വളഞ്ഞതിന് ശേഷം നടന്ന സംഭവം പറയുന്നെടുക്കുന്ന അങ്ങോട്ടേക്ക് നീ മുക്കി. നിനക്കിതിങ്ങനെ ഈ രീതിയിൽ ഉസ്താദിനെ വൈറ്റ് വാഷ് ചെയ്ത് വെളുപ്പിച്ച് അങ്ങോട്ടേക്ക് എടുക്കണം. അതിനു വേണ്ടി നീ ആ ഭാഗം മുക്കിയിട്ട് നീ ആടുന്ന് അങ്ങോട്ടേക്കാണ് സംസാരിക്കുന്നത്. ആടുന്ന് അങ്ങോട്ടേക്ക് എന്തൊക്കെ സംഭവങ്ങൾ നടന്നു എന്നുള്ളതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചത് കൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. നിങ്ങൾ നാസർക്ക് എന്റെ വീഡിയോ എടുത്ത് ഇട്ടതിലൂടെയും അതുപോലെ തന്നെ ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ ഇട്ടതിലൂടെയും അതല്ലെങ്കിൽ നിഷാദ് മുണ്ടേരി പിന്നെ ക്ലിപ്പാക്കി പുറത്ത് വിട്ടതൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് കണ്ടിട്ടുണ്ടാകും എന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇനി മുസ്ലിയാരുടെ ഉഡായിപ്പാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. മുസ്ലിയാർ ഇനി സാറയെ കാണിച്ച് സൂറയെ കെട്ടിക്കുന്ന പരിപാടിയുമായി വരികയാണ്. ഞങ്ങളെ കുറിച്ച് ആരോപിക്കുന്ന ഒരു ആരോപണമുണ്ട്, അതിലൂടെ നമുക്ക് ബാക്കി ഭാഗത്തേക്ക് കടക്കാം. വഹാബിക്ക് അതിനൊരു പവർ പോരാ, കാരണം അവർക്ക് കളിയാക്കണല്ലോ. ദീനുൽ ഇസ്ലാമിന്റെ ഈ കറാമത്തുകളും മുഅ്ജിസത്തുകളും കളിയാക്കുക എന്നതാണല്ലോ ഇവരുടെ ഒരു വർഗ സ്വഭാവം എന്ന് പറയുന്നത്. ഇവിടെ മുഅ്ജിസത്ത് കറാമത്തൊക്കെ നിഷേധിക്കുന്ന ആളുകളാണ് സെൽഫികൾ എന്ന് വരുത്തി തീർത്തുകൊണ്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞ പച്ചക്കളവിനെ വെളുപ്പിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ് മുസ്ലിയാർ നടത്തുന്നത്. ഇവിടെ ആധികാരിക പ്രമാണങ്ങളിൽ വന്ന എന്ത് കറാമത്തിനെയാണ് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ, സെലഫി ഉലമാക്കൾ, സെലഫി പ്രബോധകർ നിഷേധിച്ചിട്ടുള്ളത്? അതൊന്നും നീ കാണിച്ചിരണം കുബൂരി. എന്നാൽ നിന്നെ പോലെയുള്ള മുസ്ലിയാക്കന്മാർ സമൂഹത്തിന്റെ മുന്നിൽ കറാമത്തിന്റെ പേരും പറഞ്ഞ് പച്ച നുണകൾ പറഞ്ഞതിനെ നിന്റെ കൂടാരത്തിലുള്ള മുസ്ലിയാക്കന്മാർ തന്നെ എതിർത്തിട്ടില്ലേ? നിനക്ക് നിഷേധിക്കാൻ വേണ്ടി പറ്റുമോ? കള്ളക്കറാമത്ത് പറയുന്നതിനെതിരെ സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി സംസാരിച്ചിട്ടില്ലേ? അതും നിന്റെ കൂടാരത്തിലുള്ള മുസ്ലിയാക്കന്മാർ തന്നെ പറഞ്ഞ കള്ളക്കറാമത്തിനെ കുറിച്ച്. കറാമത്തായിട്ട് ഇങ്ങനെ വിളിച്ചു കയറിയാൽ എന്തിനിങ്ങനെ കളവ് പറയണം? കളവ് പറയലാണോ ഔലിയാക്കളോടുള്ള സ്നേഹം? ഔലിയാക്കൾ ഇഷ്ടപ്പെടൂല, അവരെ അതപകേടാണത്, വലിയ പൂർത്തക്കേട് പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിങ്ങളെ എതിർക്കുന്നത്. നിങ്ങളെ ഞങ്ങൾ എതിർക്കുന്നത് കൊണ്ട് തന്നെയാണ് കറാമത്തിന്റെ പേരും പറഞ്ഞ് കള്ളക്കഥകൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇതിന്റെ പുരോഹിതന്മാർ. അപ്പോൾ ഞങ്ങൾ അതിനെതിരെ സംസാരിക്കും. കാരണം ഒറിജിനൽ കറാമത്തുണ്ട്, മുഅ്ജിസത്തുണ്ട്, അതൊക്കെ വേറെ. പക്ഷെ നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ കറാമത്ത് എന്ന പേരിൽ കള്ളക്കഥകൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ അതിനെ എതിർക്കും. കാരണം എന്താണ്? നിങ്ങളെ പോലെയുള്ള ആളുകൾ നിരന്തരം ഇത്തരം കള്ളക്കറാമത്തുകൾ പറഞ്ഞതിന്റെ പേരിൽ നിന്റെ കൂടാരത്തിലുള്ള ഒരു ഉസ്താദിന്റെ മകൻ തന്നെ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ലേ? അതിനെക്കുറിച്ച് അൻസാരി സുഹരി സംസാരിച്ച് താൻ കേട്ടതല്ലേ? ഈ രീതിയിൽ കള്ളക്കഥകൾ പറയുമ്പോൾ സമൂഹം ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനെ എതിർക്കും, ശക്തമായി തന്നെ എതിർക്കും. യാഥാർത്ഥ്യങ്ങൾ ഞങ്ങൾ അംഗീകരിക്കും, പ്രമാണങ്ങളിലുള്ളതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഒരിക്കലും ഞങ്ങൾ അതിനെ തള്ളി പറഞ്ഞിട്ടില്ല. നീ പക്ഷെ ഇവിടെ സാറയെ കാണിച്ച് സൂറയെ കെട്ടിക്കാനുള്ള പരിപാടിയാണ് നീ എടുക്കുന്നത്. ഇതിനെ പോലുള്ള മുസ്ലിയാക്കന്മാർ അതാണ് കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ കൃത്യമായി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്നത് കേട്ടല്ലോ. അതുപോലെ അൻസാരി സുഹരി പറഞ്ഞിട്ടില്ലേ? അതുപോലെ പല മുസ്ലിയാക്കന്മാർ, ഹാരിസ് മദനി പറഞ്ഞിട്ടില്ലേ? അങ്ങനെ പല മുസ്ലിയാക്കന്മാർ നിങ്ങളെ പോലെയുള്ള ആളുകൾ കറാമത്തിന്റെ പേരിൽ കള്ളക്കഥകൾ പറയുന്നതിനെതിരെ ശക്തമായി സംസാരിച്ചിട്ടുണ്ട്. കാന്തപുരം പറഞ്ഞാലും കള്ളത്തരം തന്നെയാണ്, അതിന് നാറ്റക്കോഴ പറഞ്ഞാലും കള്ളത്തരം തന്നെയാണ്, അതിന് പകരം ബാപ്പൂട്ടി മുസ്ലിയാർ പറഞ്ഞാലും കള്ളത്തരം തന്നെയാണ്, അതിന് UK മജീദ് മുസ്ലിയാർ പറഞ്ഞാലും കള്ളത്തരം തന്നെയാണ്, അതിന് ഉഷാദ് ഹസനി പറഞ്ഞാലും കള്ളത്തരം തന്നെയാണ്, അത് തെറിയൂർ സഖാഫി പറഞ്ഞാലും കള്ളത്തരം തന്നെയാണ്, അത് വായാർ തങ്ങളുടെ പേരിൽ പറഞ്ഞാലും കള്ളത്തരം തന്നെയാണ്, അതിന് അമ്പലക്കടവ് അമീദ് ഫൈസി പറഞ്ഞാലും കള്ളത്തരം തന്നെയാണ്, അതിന് മുള്ളൂർക്കര സഖാഫി പറഞ്ഞാലും കള്ളത്തരം തന്നെയാണ്, അലവി സഖാഫി പറഞ്ഞാലും കള്ളത്തരം തന്നെയാണ്, വഹാബ് സഖാഫി പറഞ്ഞാലും കള്ളത്തരം തന്നെയാണ്, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞാലും കള്ളത്തരം തന്നെയാണ്. കള്ളത്തരം ആര് പറഞ്ഞാലും കള്ളത്തരം തന്നെയാണ്. അത് അവര് പറയുമ്പോൾ അതിനെ എതിർക്കുക, ഇവര് പറയുമ്പോൾ അതിനെ അംഗീകരിക്കുക. അങ്ങനെ ഒരു സിസ്റ്റം ഒന്നുമില്ല. കള്ളത്തരം ഏത് മോൻ പറഞ്ഞാലും ഞങ്ങൾ അതിനെ അംഗീകരിക്കില്ല. കള്ളത്തരം തന്നെയാണ്. നിങ്ങൾ ആത്മീയ ചൂഷണം നടത്താൻ വേണ്ടി, ജാറ വ്യവസായ കേന്ദ്രങ്ങളിലേക്ക് സമൂഹത്തെ കൊണ്ടുപോയി തള്ളാൻ വേണ്ടി, ഷിർക്കിലേക്കും കുഫറിലേക്കും സമൂഹത്തെ നയിക്കാൻ വേണ്ടി, നിങ്ങളുടെ ഉദരപൂരണത്തിന് സമൂഹത്തെ വഞ്ചിക്കാൻ വേണ്ടി കറാമത്തിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് കള്ളക്കഥകൾ പറയുമ്പോൾ അതിനെതിരെ ഞങ്ങൾ സംസാരിക്കും. ഒരു സംശയവും വേണ്ട. നിങ്ങൾ വേറൊരു മതമുണ്ടാക്കി, കാന്തമതം എന്നോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിട്ടുകൊണ്ട് മതമുണ്ടാക്കിയിട്ട് ഈ രീതിയിൽ കാര്യങ്ങൾ പറയുന്നത് നിങ്ങളുടെ വിശ്വാസമാണ്, നിങ്ങളുടെ കാര്യമാണ്, നിങ്ങൾ അങ്ങനെ പോയിക്കോട്ടെ എന്ന രീതിയിൽ ഇതര മതസ്ഥരും പല രീതിയിലുള്ള വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട്. ആ രൂപത്തിൽ നമ്മൾ അതിനെ കാണും. പക്ഷെ ഇസ്ലാം മതത്തിന്റെ പേരിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ വളച്ചൊടിച്ചുകൊണ്ട് ഈ രീതിയിൽ കള്ളക്കഥകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെ എതിർക്കുക തന്നെ ചെയ്യും മുസ്ലിയാരെ. അതിനിങ്ങനെ മാഞ്ഞാളം പറഞ്ഞ് സാറയെ കാണിച്ച് സൂറയെ കെട്ടിക്കുന്ന പരിപാടിയുമായി വന്നാൽ അതിനെയും ഞങ്ങൾ വലിച്ചു കീറും. നീ ഇവിടെ ഈസാ നബിയുടെ സംഭവം, റസൂലുള്ളാഹിന്റെ സംഭവം ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. എന്തിനി ഈ കള്ളക്കഥകൾ പറയുന്നതിനെതിരെ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മുസ്ലിയാർ തന്നെ പറഞ്ഞു വെച്ചിട്ടില്ലേ? ഈ ഇല്ലാ കഥകളും അത്ഭുത കഥകളും പറയാൻ വേണ്ടി ഉപയോഗിച്ചതിന്റെ 1000-ലൊരംശം ഖുർആനും ഹദീസും ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഇത്തിബാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും ആരിഫീങ്ങളും അമ്പിയാക്കളും ഔലിയാക്കളും കാണിച്ചു തന്ന യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തും പറയാൻ നമ്മൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇസ്ലാമിക സമൂഹത്തിൽ എത്ര മാറ്റമുണ്ടാകുമായിരുന്നു. കേട്ടില്ലേ? ഈ രീതിയിലൊക്കെ നിങ്ങളുടെ കൂടാരത്തിൽ പറയുന്നത് പറഞ്ഞവരെയൊക്കെ കറാമത്ത് നിഷേധികളാണ് എന്ന്, മോചിതത്ത് നിഷേധികളാണ് എന്ന് ചങ്കൂറ്റമുണ്ടോ? നിന്റെ അൻസാരി സുഹരി
വേറൊരു ഫ്രോഡ് ഉണ്ടല്ലോ കാന്തപുരത്തിനെ പോലെയുള്ള. കാന്തപുരം എത്തിമക്കളെ പോറ്റുന്നു, പാവങ്ങളെ സഹായിക്കുന്നു എന്നൊക്കെയാണല്ലോ നിങ്ങൾ കാന്തപുരത്തിനെ എതിർക്കുമ്പോൾ നിങ്ങൾ പറയാറുള്ള ന്യായം. അതേ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മഹൽ വ്യക്തിത്വം ഉണ്ടല്ലോ ഈ അടുത്ത കാലത്ത് മുളച്ചു വന്ന ഒരു സാധനം, ആറ്റക്കോയ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സാധനത്തിന്റെ ഒരു മഴക്കറാമത്തുമായി ബന്ധപ്പെട്ട് അൻസാരി സുഹരി പറഞ്ഞു വെച്ചത് എന്താണ്? നൂറെ ഹബീബിന്റെ മജ്ലിസിന് അല്ലാഹു തന്ന നിഅമത്ത് നോക്കാൻ നിങ്ങൾ ഒന്ന് കാർമേഘം കണ്ടോ? മഴയില്ല, അല്ല വെയിലില്ല. നോക്കി നിങ്ങൾ ഇന്നലെ വരെ കൊടും വെയിലവിടെ, ഇന്നലെ വരെ മേലെ കൊടക്കാടിന്റെ മുറ്റം നോക്കിങ്ങൾ ഒന്ന് പുറത്തേക്ക് നോക്കി, വെറുതെ പറയില്ല. ഇന്നലെ വരെ ഈ മുറ്റം ചൂട് കൊണ്ട് സുബ്ഹാനല്ലാഹ് ഞാൻ നിർത്തി വെച്ചാലോ എന്നൊക്കെ ആലോചിച്ചു. ചൂട് കുറേ നോക്കിങ്ങൾ കാർമേഘം. ഇനിയിപ്പോ ഇത് കഴിഞ്ഞ പെരും മഴയായിരിക്കും. കൊടക്കാടൊക്കെ വെറും കാർമേഘമല്ലേ നിങ്ങളെ? എന്റെ നാട്ടിൽ നോക്ക്, ഇന്നലെ വരെ കൊടും വെയിലായിരുന്നു, ചൂടുകൊണ്ട് നിൽക്കാൻ വയ്യ. ഇവിടെ ഒരു മഴ അങ്ങ് പെയ്യിപ്പിച്ചു. പറഞ്ഞ ആണത്തമുണ്ടെങ്കിൽ അൻസാരി സുഹരി കറാമത്ത് നിഷേധിയാണ് എന്ന്, അൻസാരി സുഹരി മുഅ്ജിസത്ത് നിഷേധിയാണ് എന്ന്. അതല്ല, നിങ്ങളുടെ നേതാക്കന്മാർ പറയുമ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടി പാടും. അതൊക്കെ നല്ല സ്വാലിഹായ വർത്തമാനം. എന്നാൽ മറ്റുള്ളവർ പറയുന്നതൊക്കെ കള്ളത്തരം. അതെങ്ങനെയാണ് മുസ്ലിയാരെ? അതെങ്ങനെയാണ്? നിങ്ങളുടെ നേതാക്കന്മാർക്ക് കള്ളത്തരം പറയാമെങ്കിൽ, നിങ്ങളുടെ നേതാക്കന്മാർക്ക് ജനങ്ങളെ കബളിപ്പിക്കാമെങ്കിൽ നാറ്റക്കോയക്ക് പറ്റൂലേ? നാറ്റക്കോയക്ക് പറ്റൂലേ? അതുകൊണ്ടല്ലേ നിങ്ങൾ ഭീഷണിപ്പെടുത്തിയത്? ആര്? ജിന്നി മഹദറക്കാരെ നിങ്ങൾ ഭീഷണിപ്പെടുത്തിയത് അതുകൊണ്ടാണല്ലോ. കാരണം ഇത് നമുക്ക് തന്നെ പാരയാകും എന്ന് ചിന്തിക്കാതെ സോഷ്യൽ മീഡിയ വന്ന് കയറുന്നതാണ് പലർക്കും കിട്ടുന്ന പണികൾ. അതിന് ഒന്നിനെ കുറ്റം പറഞ്ഞതിന് മുമ്പ് ഇത് എന്നിലുണ്ടോ, എൻ്റെ സമുദായത്തിലുണ്ടോ, എൻ്റെ സമൂഹത്തിലുണ്ടോ, എൻ്റെ സംഘടനയിലുണ്ടോ എന്നൊക്കെ ആദ്യം ഒന്ന് പഠിക്കണം. ഇല്ലെങ്കിൽ അത് തന്നെ നമുക്ക് പാരയായി മാറും. ഇങ്ങനെ പലതും പറഞ്ഞ് എതിർത്ത് വരുമ്പോൾ നിങ്ങളുടെ നേതാക്കന്മാർ, നിങ്ങളുടെ സംഘടനയിൽപ്പെട്ട ആളുകൾ, നിങ്ങളുടെ സംഘടന എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഓർക്കണം. അതാണല്ലോ പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് മുസ്ലിയാരെ, ഈ രീതിയിലുള്ള ചപ്രാച്ചിയുമായി അഹ്ലുസുന്നയുടെ മക്കൾക്ക് നേരെ വരണ്ട. നിന്റെ നേതാക്കന്മാരൊക്കെ എന്തൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്, എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ട് ഒക്കെ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് മുസ്ലിയാരെ, ഇമാതിരി ഉടായിപ്പുമായി ഇങ്ങോട്ടേക്ക് വരണം. നിന്റെ ഈ മാഞ്ഞാളം വർത്താനമൊക്കെ മർക്കസ് എന്ന സർക്കസ് കൂടാരത്തിൽ കൊണ്ടുപോയി വെച്ചാൽ മതി. കറാമത്ത് നിഷേധികളും മുഅ്ജിസത്ത് നിഷേധികളൊക്കെ നിങ്ങളുടെ കൂടാരത്തിൽ തന്നെയാണ് ഉള്ളത്. പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി പകരക്കെതിരെ പറഞ്ഞത്, UK മജീദ് മുസ്ലിയാർക്ക് എതിരെ പറഞ്ഞത്, അതുപോലെ കറാമത്തിന്റെ പേരും പറഞ്ഞ് കള്ളക്കഥ പറയുന്ന ആളുകൾക്കെതിരെ പറഞ്ഞത് ഒക്കെ രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഈ ചോദിക്ക് ഞങ്ങൾ കാണിച്ചു തരാം. നിന്റെ ഈ മാഞ്ഞാളം വർത്താനം കൊണ്ട് ഇങ്ങോട്ടേക്കൊന്നും വരണ്ട ഖുറാഫി. അതുകൊണ്ട് അൻസാരി സുഹരിയുടെ സുമേഷിനെ കൊണ്ട് നമുക്കൊന്ന് കറക്കിക്കാം. നന്നായിട്ട് കറക്ക്, നല്ല സ്പീഡിന് പോളൂ. ഫസ്റ്റ് സെക്കൻഡ് ഇത്തരം മുസ്ലിയാക്കന്മാരുടെ ഫിത്നയിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.